എന്നെയാണോ നോക്കുന്നേ? ഞാൻ വാസു. എന്തിനാ വന്നതെന്നോ? ഞാൻ എന്റെ കുട്ടിയെടുത്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വന്നതാ. വലിയമ്മയ്ക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു, കുട്ടിയെടുത്തിയും ജാനുവെടുത്തിയും. ജാനുവെടുത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസും ഒക്കെ വെളുവിളെ തെളിഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയെടുത്തിയോടായിരുന്നു. കുട്ടിയെടുത്തി കറുത്തിട്ടാണ്. ജാനുവെടുത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ട് കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ 2 പല്ലുകളുടെ അറ്റം പുറത്ത് കാണും. കറുത്ത പുള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാവും. മുണ്ടിൽ മണ്ണും കരിയും കാണാത്ത നേരമില്ല. കുട്ടിയടത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട്. മണിയെന്ന് വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറച്ചു നിൽക്കുന്നതാണ്. വീട്ടിലാർക്കും കുട്ടിയടത്തിയെ ഇഷ്ടമല്ല. വലിയമ്മ കാണുമ്പോഴൊക്കെ ശകാരിക്കും. എപ്പോഴും കേൾക്കാറുള്ളത് കൊണ്ടാവണം കുട്ടിയടത്തി അപ്പോൾ ഉറക്കെ ചിരിക്കും. അത് കണ്ടാൽ വലിയമ്മയ്ക്ക് കലി കയറും. അടുത്ത് കിടക്കുന്ന വെട്ടുകത്തിയോ മരക്കൈയിലോ എടുത്ത് അടിക്കാൻ ഒന്നിക്കൊണ്ട് പറയും, പൊയ്ക്കോ, എന്റെ മുമ്പൊന്ന് പൊയ്ക്കോ. ഇതിന്റെ വയറ്റിലൂറിയപ്പോ ജന്മം പാഴായി. മാളുക്കുട്ടിയെ, എടി ഒരുമ്പെട്ടോളെ. എന്താ അമ്മയ്ക്ക്? കുട്ടിയടത്തിക്ക് അത് രസിക്കില്ല. ഒന്നിനൊക്കോണം പോണൊരു പെണ്ണാടി നീയെ. കുറ്റാടി 2 കച്ച തരാനൊരുത്തം വരാത്തത്. കുട്ടിയടത്തി ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. എല്ലാവരുമായി വഴക്കുകൂടും. കുളക്കടവിൽ നിന്ന് ഓരോ ദിവസം പോരുന്നതും ഓരോ കേസ് ഉണ്ടാക്കിയിട്ടാണ്. ആന്തൂരെ മീനാക്ഷിയമ്മയുടെ വെള്ളിക്കിണ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചുമ്മുക്കുട്ടിയുടെ പുറം അടിച്ചു പൊളിച്ചു. അങ്ങനെ പലതും. ഉച്ചയ്ക്ക് കുട്ടിയടത്തിക്ക് ഒരു സർക്കീട്ടുണ്ട്. ഇല്ലത്ത് വളപ്പിലും വടക്കേതിലും കാളിയുടെ പുരയിലും ആമിനുമ്മയുടെ മുറ്റത്തും ചുറ്റി നടന്നേ തിരിച്ചെത്തു. വാ ബാസുവോ. കുട്ടിയടത്തി എന്റെ കയ്യും പിടിച്ചു നടന്നു. ഇല്ലത്തെ മേലെ വളപ്പിലെ മാവിൻ ചൂട്ടിലേക്കാണ് നേരെ പോയത്. നമുക്ക് മാങ്ങിയെറിയാം. കുട്ടിയടത്തിക്ക് എറിയാൻ വയ്ക്കുവോ? എന്താ നിനക്കെറിഞ്ഞ? പെണ്ണുങ്ങൾക്ക് മാങ്ങിയെറിയാൻ വയ്ക്കുവോ? എന്നാ കണ്ടോ. അതെനിക്ക് രസമായി തോന്നി. ആണുങ്ങൾക്ക് എറിയാൻ അറിയൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ മാങ്ങ വീണില്ല. ബാസുവോ, നീ ആ അഴുവിന്റെ മോളിൽ കയറി നിൽക്ക്. നമ്പൂരിശം മുറ്റത്ത് ചാടുമ്പോ പറഞ്ഞോ. ഉടുത്ത മുണ്ടിന്റെ താഴത്തെ അറ്റം 2 എടുത്ത് അരയിൽ കുത്തി നേരെ മാവിൽ കയറാൻ ആരംഭിച്ചു. ഓ, അത്രയ്ക്ക് ഞാൻ കരുതിയിരുന്നില്ല. അണ്ണാനെ പോലെ കുട്ടിയടത്തി കയറുന്നു. നോക്കു ബാസുവോ. നോക്കിയപ്പോൾ കുട്ടിയടത്തി കവുളിയിൽ ഒരു കാലാറ്റിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നു. ഞാൻ കൈകൊട്ടി ചിരിച്ചുപോയി. കുട്ടിയടത്തി മാങ്ങ പൊട്ടിച്ച് കരിയിലകൾ മൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് എറിഞ്ഞു. അപ്പോഴാണ് മുളങ്കൂട്ടിനപ്പുറത്ത് നിന്ന് ഒരു ചിരി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടിനാരായണൻ നിന്ന് പരിഹസിച്ച് ചിരിക്കുകയാണ്. കുട്ടിയടത്തി അവനെ കണ്ടതായി നടിച്ചില്ല. പെണ്ണ് മരം കേറി, പെണ്ണ് മരം കേറി, അവൻ ആർത്തു വിളിച്ചു. കുട്ടിയടത്തി പരിഭ്രമം കൂടാതെ താഴത്തിറങ്ങി വന്നു. അപ്പോഴും കുട്ടിനാരായണൻ നിന്ന് അലറുകയാണ്. പെണ്ണ് മരം കേറി, പെണ്ണ് മരം കേറി. തേക്കിലയിൽ മാങ്ങ പൊതിഞ്ഞ് എന്റെ കൈവശം ഏൽപ്പിച്ച് കുട്ടിയടത്തി നാരായണന്റെ അടുത്ത് ചെന്നു. ഒന്നും ചോദിക്കാതെ നേരെ അവന്റെ ചെകിട്ടത്തൊരടി വെച്ചു കൊടുത്തു. വഞ്ചിപ്പോത്തൻ, പോടാ. കുട്ടിനാരായണൻ പോയി. പക്ഷെ ആ കേസ് വലിയമ്മയുടെ അടുത്തെത്തി. എടി മാളുക്കുട്ടിയെ, നീ മരം കേറിയോ? കേറി. കേറിയോടി? കേറി. അതിനെന്താ? നിന്റെ ശീലം ഞാൻ നന്നാക്കും. ഇനി മരം കയറുവോ? ഇനി ആൺകുട്ടികളായി തല്ലുവിടുവോ? കുട്ടിയടുത്തി, വല്യമ്മ ഒരുപാട് തെച്ചുവോ? വല്ലാതെ വേദനിച്ചോ? പിന്നെന്തിനാ കുട്ടിയടുത്തി കരയണ്? കുട്ടിയടുത്തി കരയില്ല. ബാസുവിന് കുട്ടിയടുത്തി ഇഷ്ടാണോ? ആ, കുട്ടിയടുത്തിയില് ആർക്കും ഇഷ്ടമില്ല. ഒരീസം വിട്ടുത്തുമ്പോ തോന്നും. അപ്പോഴേ എല്ലാവർക്കും പടിയുള്ളൂ. കുട്ടിയടുത്തി. മലയാളി മനസ്സിലെ അർത്ഥദീപ്തമായ ദ്വയാക്ഷരം. കണ്ണാടി എന്ന പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങൾ കടഞ്ഞെടുത്ത പ്രതിഭ.
1933 പാലക്കാട് ജില്ലയിൽപ്പെട്ട കൂടല്ലൂർ ഗ്രാമത്തിൽ അമ്മാളു അമ്മയുടെയും പുന്നയൂർക്കുളം ടി നാരായണൻ നായരുടെയും മകനായാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT ജനിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ടേ അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത MT ചുരുക്കെഴുത്തുകൊണ്ട് അർത്ഥപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മഹാജ്ഞാനി എന്ന് തെളിയിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന MT കൈവെക്കാത്ത മേഖലകളില്ല. MTയെ തേടിയെത്താത്ത പുരസ്കാരങ്ങളും വിരളം. കേന്ദ്ര കേരള സാഹിത്യ പുരസ്കാരങ്ങളെ കൂടാതെ ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠവും പത്മഭൂഷണും പത്മവിഭൂഷൺ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അക്ഷരലോകത്തെ അതികായനായി തുടരുമ്പോഴും മലയാള ചലച്ചിത്ര ലോകത്തിന്റെ പെരുന്തച്ഛനായിരുന്നു MT. മലയാളക്കരയിൽ 7 പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി മാറിയ കൂടല്ലൂർ മാണിക്യം മലയാളക്കരയിൽ അക്ഷരശില്പങ്ങൾ കൊണ്ട് 4 കെട്ട് നിറക്കുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ഭാഷയ്ക്ക് 2ാം മൂഴം നൽകുക കൂടിയായിരുന്നു. തലമുറകൾ വിശ്വസിച്ച നാടോടി കഥകളെയും ഇതിഹാസങ്ങളെയും തന്റെ കഥന വൈഭവം കൊണ്ട് പുതുക്കപ്പെടേണ്ട ഭാഷയുടെ പെരുന്തച്ഛന് മാങ്കടവ് ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിന്റെ പ്രണാമം.